കൂടെയുള്ളവരെല്ലാം വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറുമ്പോൾ ക്യാമ്പിൽ തനിച്ചാവുകയാണ് മുണ്ടക്കൈ സ്വദേശി നാസർ. സംസാരശേഷിയോ കേൾവിശക്തിയോ ഇല്ലാത്ത നാസറിനെ സഹായിക്കാനും ആർക്കുമാവുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന 2 സഹോദരങ്ങളെ ഉരുൾ എടുത്തതോടെയാണ് നാസർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടത്. ഇത് നാസർ മുണ്ടക്കൈയിലെ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു. ജൂലൈ 30 രാത്രി ഉരുൾപൊട്ടിയൊലിച്ചെത്തിയ വെള്ളത്തിൽ കുത്തിയൊലിച്ചു പോയ വീടിനൊപ്പം നാസറിന് ഏറെ പ്രിയപ്പെട്ട 2 ജീവനുകളും നഷ്ടമായി. എന്തിനും ഏതിനും ഓടിയെത്തിയിരുന്ന ജ്യേഷ്ഠനും അനിയനും. ദുരന്തത്തിൽ ഗുരുതര പരിക്കേറ്റ 85 വയസ്സുള്ള ഉമ്മ ഇരുകാലുകളും തകർന്ന് ചികിത്സയിലുമാണ്. ഇന്നലെ ഞാൻ വൈകിട്ട് ഇദ്ദേഹം ഇരിക്കുന്ന റൂമിൽ അങ്ങ് പോയി നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കയ്യൊക്കെ കുത്തി ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ ഏകദേശം വാടക വീടും കാര്യങ്ങളൊക്കെ എടുത്ത് അവരൊക്കെ പതുക്കെ അങ്ങോട്ട് മാറി. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഏകാന്തതയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കേൾവി ശക്തിയില്ല, സംസാര ശക്തിയില്ല. അപ്പം നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടും ഇത്രയൊക്കെ സാമർഥ്യം കാണിച്ചിട്ടും ഈ നാട്ടിൽ ജീവിച്ചു പോകാൻ കഴിയുന്നില്ല. ക്യാമ്പുകളിൽ നാസറിനൊപ്പം കഴിഞ്ഞിരുന്ന 90% പേരും ഇതിനകം പിരിഞ്ഞുപോയി. അപ്പോഴും വീടോ വാടക വീടോ നോക്കാൻ ആരുമില്ലാതെ നിസ്സഹായനാവുകയാണ് നാസർ. ഉള്ളിലെവിടെയോ പിടയുന്ന നിശബ്ദ നിലവിളികളിൽ നിസ്സഹായനാവുന്നുണ്ട് ഇപ്പോൾ ഈ മനുഷ്യൻ. മൂപ്പര കാര്യങ്ങളൊക്കെ അവർ ഏട്ടനനിയന്മാരെ നോക്കിയിരുന്നേ. അപ്പോൾ ഈ ദുരന്തത്തിൽ അവരൊക്കെ മൊത്തം പോയി. ഒരു പെങ്ങളുണ്ടായിരുന്നു, പെങ്ങളെ മോളുണ്ടായിരുന്നു, അവരൊക്കെ ഫാമിലി ഒന്നിച്ചായിരുന്നു. അപ്പോൾ അവർ മൊത്തം പോയി. അപ്പോൾ ഇപ്പോൾ മൂപ്പര കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ സംസാരിക്കാനൊന്നും കഴിയില്ലാത്ത ഒരാളാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ ഉള്ള ആളുകൾക്ക് അവരെ സഹായിക്കാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഉള്ളത് ഇപ്പോൾ ഒരു ഉമ്മയാണ്. ആ ഉമ്മ ഇപ്പം പിന്നെ ഇവിടെ വിംസിൽ ICU ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവർ നോക്കാനും ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവരിനിപ്പോൾ ഉമ്മ അവിടുന്ന് ഹോസ്പിറ്റലിൽ വന്നാലിപ്പം മൂപ്പര കൂടെയൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യായുസ് കൊണ്ട് അനുഭവിച്ചു തീർക്കാവുന്നതിലപ്പുറം ദുരന്തം ഒരൊറ്റ രാത്രി കൊണ്ട് അനുഭവിച്ചു തീർത്ത നാസറിന് പക്ഷേ അതൊന്നും ആരോടും പങ്കുവെക്കാൻ പോലും ആകുന്നില്ല. ഈ വലിയ ശരീരത്തിലെ കുഞ്ഞു ഹൃദയം നിറയുമ്പോൾ ചിലപ്പോഴെല്ലാം മനസ്സു പിടഞ്ഞും കണ്ണു നിറഞ്ഞും ചിലരെല്ലാം നാസറിനെ കണ്ടിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ സകലതും നഷ്ടപ്പെട്ട നിരവധി നിസ്സഹായ മനുഷ്യരുണ്ട്. നാസർ ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാതും നാവുമായിരുന്ന ജ്യേഷ്ഠനും അനിയനും കൂടെ ഉരുൾപൊട്ടലിൽ മരിച്ചു പോയിട്ടുണ്ട്. ഇനി എങ്ങോട്ട് പോകുമെന്നറിയാത്ത നിസ്സഹായതയിലാണ് നാസർ ഉള്ളത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ സന്നദ്ധ സംഘടനകളുടെയോ സർക്കാരിൻ്റെയോ അടിയന്തര സഹായം ആവശ്യമാണ്. ക്യാമറ പേഴ്സൺ ഹാരിസിനൊപ്പം T. അനീസ് അലി, മീഡിയ 1, വയനാട്.